ഹലോ ഫ്രണ്ട്സ്, ഡ്രീംസ് ഓഫ് കുവൈറ്റിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ ടാക്സി സർവീസിനെ പറ്റിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. കുവൈറ്റിലേക്ക് പുതുതായി വന്നവർക്കും ഇനി വരുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതുതായി കുവൈറ്റിലെത്തുന്നവർക്ക് സ്ഥലമോ ഏരിയയോ ഒന്നും തന്നെ യാതൊരു ഐഡിയയോ ഇല്ലാതെയായിരിക്കും എത്തുന്നത്. അവർക്കൊക്കെ കറക്റ്റ് സ്ഥലത്തെത്തുന്നതിന് കുവൈറ്റിലെ ടാക്സി സർവീസ് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. അവർക്ക് മാത്രമല്ല, സ്വന്തമായി വാഹനമില്ലാത്ത എല്ലാവർക്കും തന്നെ ടാക്സി സർവീസ് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നതും അവർക്കും ഒരു ഹെൽപ്പാകട്ടെ എന്ന് കരുതിയാണ്. കുവൈറ്റിൽ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗക്കാരൻ ടാക്സിക്കാർ. കോവിഡിൻ്റെ ടൈമിൽ ഇവർ വളരെയധികം കഷ്ടപ്പെട്ടിരുന്നു. ഒരു ടാക്സി പോലും ഓടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അന്ന്. എന്നാൽ അതിനുശേഷം അവർ പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതേ ഉള്ളൂ. കുവൈറ്റിലെ എല്ലാ ടാക്സിക്കാരും മാന്യമായ നിരക്കിലാണ് വാഹനം ഓടുന്നത്. നമ്മളാരും കരുതുന്നത് പോലെ ഈ ടാക്സി അവരുടെ സ്വന്തമൊന്നുമല്ല. അവർക്ക് ഓടിക്കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ദിവസവും അവരുടെ കാർ കൊടുക്കുന്ന ഏജൻസിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ചെറിയ രീതിയിൽ മാത്രമേ അവർക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ. കുവൈറ്റിൽ ഏത് ഭാഗത്തും നമ്മളെ അവർ സേഫായിട്ട് എത്തിക്കുന്നതായിരിക്കും. നമുക്ക് കുവൈറ്റിലെ ടാക്സി സർവീസ് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 20 വർഷം മുൻപൊക്കെ ഇന്ന് കാണുന്ന പോലെ ടാക്സി സർവീസ് ഇല്ലായിരുന്നു. 1-2 ടാക്സിയൊക്കെ അന്ന് റോഡിൽ കണ്ടിരുന്നുള്ളൂ. ഇന്ന് കാണുന്ന പോലുള്ള ടാക്സി സർവീസ് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഈ വീഡിയോ കുവൈറ്റിൽ ടാക്സി ഓടിക്കുന്നവർക്കും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന നമ്മൾക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ദയവായി ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. താങ്ക് യു.